ത്രിയേക ദൈവ തിരുനാമത്തിനും പരിശുദ്ധ അമ്മയ്ക്കും മഹത്വമുണ്ടാകട്ടെ. എൻ്റെ പേര് ലൂസി വർഗീസ്, ചെന്നൈയിൽ നിന്നും വരുന്നു. ഞാൻ 2024 ഒക്ടോബർ 15 ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുക്കാൻ കാരണം എനിക്ക് ആദ്യം പത്രം കിട്ടിയത് ചെന്നൈയിൽ വെച്ചാണ്. പക്ഷേ ചെന്നൈയിൽ വെച്ച് പത്രം കിട്ടിയിട്ട് എനിക്കത് തുറന്നു നോക്കാനോ വായിക്കാനോ എനിക്കൊന്നിനും പറ്റിയിരുന്നില്ല. ജോലിക്ക് പോയിക്കൊണ്ടിരുന്നു. ഉടമ്പടിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ ആരും ഒന്നും പറഞ്ഞു തരുന്നില്ല. വല്ലാത്ത സങ്കടം. പത്രം എടുക്കുമ്പോൾ എനിക്ക് ഉടമ്പടി എന്ന് എനിക്ക് അതിലെഴുതിയിരിക്കുന്നത് കാണുമ്പോൾ എനിക്കത് മനസ്സിലാകാത്തത് കൊണ്ട് വായിക്കാനും പറ്റുന്നില്ല. സങ്കടം. ഞാൻ വീട്ടിൽ കൊണ്ടുപോയി വയ്ക്കും. വീണ്ടും പത്രം കൊണ്ട് തരുമ്പോൾ എന്തിനാണ് ഈ പത്രം തരുന്നത്, എനിക്ക് വായിക്കാൻ പറ്റുന്നില്ലെന്ന് പറയും. അപ്പോൾ ചേച്ചി വീട്ടിൽ കൊണ്ടുപോയി വെച്ചിരുന്നാൽ മതി എന്ന് പറയും. പിന്നെ ഞാനതങ്ങനെ വെച്ചു. എനിക്ക് വായിക്കാൻ പറ്റില്ല. പത്രം കാണുമ്പോൾ എനിക്ക് വീണ്ടും സങ്കടം വരും. അമ്മയോട് ഞാൻ പറയും, അമ്മയോട് ഞാൻ ഇങ്ങനെ അല്ലായിരുന്നല്ലോ. എല്ലാ കാര്യത്തിലും അമ്മയോട് ഞാൻ സംസാരിക്കും. അമ്മ എനിക്ക് ഉത്തരം തരും. ഈ പത്രത്തിൻ്റെ കാര്യത്തിൽ മാത്രം എന്തുകൊണ്ട് അമ്മ എന്നോട് മിണ്ടുന്നില്ല, എന്നോട് ഇതിൻ്റെ കാര്യങ്ങളൊന്നും പറഞ്ഞു തരുന്നില്ല എന്ന് ഞാൻ ചോദിക്കും. അപ്പോൾ അമ്മ എന്നോട് പറയും, നീ ഒരു ദിവസം എന്നോട് നിരന്തരം ചോദിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം അമ്മ എനിക്കൊരു ബോധ്യം തന്നു. നീ പ്രാർത്ഥിക്കാനായിട്ട് ധ്യാനിക്കാനൊക്കെ ഹസ്ബൻഡിനെയും മകനെയും കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ എങ്ങനെയാണ് പ്രാർത്ഥിച്ച് അത് ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നത്, അതുപോലെ ഈ കാര്യവും വിട്ടേരെ. നീ ധ്യാനത്തിന് പോകാൻ നേരത്ത് ചേട്ടനെ കൊണ്ടുപോകാൻ ഭയങ്കര മടിയാണ്, കുറച്ച് അസുഖമുള്ള ആളാണ്. അപ്പം ഞാൻ ഈശോയോട് പറയും, ഈശോയെ, ഞങ്ങൾക്ക് കുടുംബമായിട്ട് ധ്യാനിക്കാൻ ഈശോ എന്ന് തീരുമാനിക്കണോ അന്ന് ഞങ്ങളെ കൊണ്ടുപോയി അങ്ങോട്ട് ധ്യാന കേന്ദ്രത്തിൽ എത്തിക്കണമെന്ന്. അതുപോലെ കുറച്ച് നാൾ കഴിയുമ്പോൾ ഞങ്ങൾക്കെല്ലാവർക്കും അതുപോലെ ധ്യാനം കൂടാൻ അവസരം തരും ദൈവം. അതുപോലെ ഈ പത്രത്തിൻ്റെ കാര്യം ഞാൻ അതുപോലെ വിട്ടു. പിന്നെ 2 വർഷം കഴിഞ്ഞ് ഞാൻ LF ഹോസ്പിറ്റലിൽ എൻ്റെ മകന് അസുഖമായിട്ട് വന്ന് കിടക്കുമ്പോൾ വീണ്ടും പത്രം എൻ്റെ കയ്യിൽ വന്നു. അപ്പോൾ ഞാൻ വീണ്ടും പത്രത്തിൻ്റെ കാര്യം നേഴ്സുമാരോട് ചോദിച്ചു. അവർക്കും അറിയില്ല. ഉടമ്പടി എടുക്ക് ചേച്ചി പോയി, അപ്പം മോൻ്റെ അസുഖം മാറുമെന്ന് പറയും. പിന്നീട് ഞാൻ ഉടമ്പടി പത്രം അവിടെ കിടന്ന് വായിക്കാൻ തുടങ്ങി. ഡിസ്ചാർജായി മകനെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയിട്ട് ഞാൻ നേരെ കൃപാസനത്തിൽ എൻ്റെ അമ്മയോട് പറഞ്ഞു, ഞാൻ കൃപാസനത്തിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. ഉടമ്പടി എടുക്കുമെന്നൊന്നും പറഞ്ഞില്ല ആരോടും. കൃപാസനത്തിൽ വന്നു. ഇവിടെ വന്ന് എനിക്കൊന്നും അറിയില്ല. ഞാൻ ഓടി നടന്ന് ഓരോരുത്തരുടെ അടുത്തും ചോദിച്ചു. ഉടമ്പടി ധ്യാനം ഞാൻ കൂടിയിട്ടില്ല. പക്ഷേ എനിക്ക് ഉള്ളിലൊരു ബോധ്യമുണ്ടായിരുന്നു, എൻ്റെ അമ്മയും ഈശോയും എന്നെ നേരായ വഴിക്ക് നയിക്കും. ഞാൻ എപ്പോഴും ഈശോയോട് ചോദിക്കും. വീട്ടിലിരിക്കുമ്പോൾ ഓരോ നേരത്തും പ്രാർത്ഥന എത്തിക്കുമ്പോഴും ഞാൻ ചുമ്മാ വീട്ടിലിരുന്ന് എൻ്റെ തയ്യൽ ജോലി ചെയ്യണ സമയത്തും ഞാൻ ഈശോയോട് ചോദിക്കും, ഈശോയെ, എൻ്റെ പ്രാർത്ഥന നിരന്തരം കണ്ടിന്യൂ ചെയ്യാനായിട്ട് എനിക്കൊരവസരം തരണം. എങ്ങനെ ഒരു ധ്യാനം, ഒരു സ്കൂളിൽ പഠിക്കുന്ന പോലെ എന്തെങ്കിലും ഉണ്ടാവോ? ഞാൻ കുറച്ച് പ്രാർത്ഥിക്കും, എനിക്ക് ദൈവാനുഗ്രഹം കിട്ടും. കുറച്ച് നാൾ കഴിയുമ്പോൾ ഞാനത് സ്റ്റോപ്പ് ചെയ്യും. അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരുന്ന എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. ഞാൻ എപ്പോഴും ഈശോയോട് പറഞ്ഞുകൊണ്ടേയിരിക്കും. പിന്നെ മാതാവിനോടത്തെ കുറിച്ച് ചോദിക്കും. ഈ പുറത്ത് നാട്ടിലൊക്കെ പോയി കഴിഞ്ഞ് മാതാവിൻ്റെ പ്രത്യക്ഷീകരണമൊക്കെ ഉണ്ട്. നമ്മുടെ കേരളത്തിൽ എന്താ പ്രത്യക്ഷീകരണമൊന്നും ഇല്ലാത്ത ഈശോയെ എന്നൊക്കെ ഞാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ചോദിച്ച് കൃപാസനത്തിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ട കാര്യമൊന്നും എനിക്കറിയില്ല. 2024 ഇവിടെ വന്നതിന് ശേഷമാണ് കൂടുതൽ മാതാവിനെക്കുറിച്ച് അറിഞ്ഞതും എല്ലാനും. മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണ് ഈ അൾത്താര എന്നൊക്കെ അറിയാൻ ഇടയായത്. ഇവിടെ വന്ന് എല്ലാവരോടും ചോദിച്ച് ഉടമ്പടി എടുത്തു. ഉടമ്പടിയിൽ നിയോഗങ്ങൾ വെച്ച് എൻ്റെ പ്രാർത്ഥനാ ജീവിതം തുടങ്ങിക്കഴിഞ്ഞ് ആദ്യമായിട്ട് ഞാൻ മോന് പല്ലിന് അസുഖമായി, പൊട്ടിപ്പോയി, അതിൻ്റെ ഉള്ളിൽ ദശ കയറി മൂടി, പല്ല് ഓപ്പറേഷൻ ചെയ്ത് എടുക്കണമെന്ന് പറഞ്ഞ് ഞാൻ ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി മുഖത്തൊക്കെ പുരട്ടിയിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഇനി ഓപ്പറേഷൻ ചെയ്ത് പല്ലെടുക്കാൻ ഇടയാക്കരുത്. ഇതിക്ക് മുമ്പ് ഓപ്പറേഷൻ ചെയ്ത് പല്ലെടുത്ത് 1 മാസത്തിൻ്റെ അടുത്ത്, ഒരു 2-3 ആഴ്ചയുടെ അടുത്തെങ്കിലും അവൻ്റെ മുഖത്ത് നീരും വേദനയും ബ്ലീഡിങ്ങും ഒക്കെ ആയിരുന്നു. ഇത് അമ്മ വന്ന് എടുത്തു തരണം. അമ്മ വന്ന് എടുത്താലല്ലാതെ അത് ആ പല്ലെടുക്കാൻ നോർമലായിട്ട് പറ്റില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് പോയി. അവിടെ ചെന്ന് ഒരു കുഴപ്പമില്ലാതെ പല്ലെടുത്തു. ഒരു ബ്ലീഡിങ് ഉണ്ടായില്ല, നീരുണ്ടായില്ല. 3 ദിവസത്തിനുള്ളിൽ അവൻ എല്ലാ ഭക്ഷണവും കഴിക്കാൻ തുടങ്ങി, നോർമലായി.
പിന്നെ ഞങ്ങളുടെ ഭാഗ ഉടമ്പടി എടുക്കാൻ ഒരു 5 വർഷത്തിൻ്റെ അടുത്ത് താമസിച്ചു. 5 വർഷത്തിൻ്റെ അടുത്ത് താമസിച്ച് എന്ത് ചെയ്ത് നടക്കില്ലായിരുന്നു. പിന്നെ ഞാൻ ആ സ്ഥലത്ത് കൊണ്ടുപോയി ഉപ്പിട്ട് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് വന്നു. അത് കഴിഞ്ഞ് ഈ ഒക്ടോബർ 25-ാം തീയതി ഞാൻ അമ്മയോട് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. സെപ്റ്റംബർ 25-ാം തീയതിക്കുള്ളിൽ എനിക്ക് എല്ലാ ഭാഗ ഉടമ്പടിയും കഴിഞ്ഞ് പത്രം കൊണ്ടുവന്ന് തന്നു. പിന്നീട് എനിക്ക് അതിക്ക് മുമ്പ് 5 വർഷമായിട്ട് നടുവേദന, 5 വർഷമല്ല 10 വർഷത്തിൻ്റെ അടുത്ത് നടുവേദന ഉണ്ടായിരുന്നു. അപ്പോൾ എപ്പോഴും വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പും എണ്ണയും ഉടമ്പടി തൈലവും പുരട്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് ഇപ്പോൾ പൂർണ്ണമായും നടുവേദന മാറി. തലവേദനയും ഉണ്ടായിരുന്നു. അതുപോലെ 5 വർഷത്തിൽ കൂടുതൽ തലവേദന ഉണ്ടായിരുന്നു. ആ 5 വർഷത്തിൽ തലവേദന ഒരു പ്രത്യേക തലവേദനയാണ്. ആരോടും സംസാരിക്കാൻ പറ്റില്ല, ആരുടെ ഒച്ച കേൾക്കാൻ പറ്റില്ല. ചിലപ്പോൾ വാമിറ്റിംഗ് വരും. വാമിറ്റിംഗ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റില്ല. പിന്നെ ഈ ഉടമ്പടി തൈലവും ഉപ്പും ഒക്കെ ചേർത്ത് മിക്സ് ചെയ്ത് കുരിശ് വരയ്ക്കും, വായിലും അത് ഭക്ഷിക്കും. അങ്ങനെ ഇപ്പോൾ ഈ തലവേദന മാറി. കാരുണ്യ പ്രവർത്തികൾ ചെയ്യാനായിട്ട് പത്രം കൊണ്ടുപോയി ചെന്നൈയിൽ കൊണ്ടുപോയി കൊടുക്കും. ഇംഗ്ലീഷ്, തമിഴ്, മലയാളം, ഹിന്ദി ഇതെല്ലാം വാങ്ങിയിട്ട് പോയി അവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുക്കും. ഗവൺമെൻറ് ഹോസ്പിറ്റൽ അവിടുത്തെ കിടപ്പ് രോഗികളുടെ അടുത്തേക്കാണ് അധികവും പോകുന്നത്. അവിടെ പോയി മാതാവിൻ്റെ അടുത്ത് പറയും, മാതാവേ എനിക്ക് ഈ പത്രം കൊണ്ടുവന്ന് കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ തിരിച്ചത് ആരെങ്കിലും വലിച്ചെറിഞ്ഞ് കളഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അത് എടുക്കാനോ അല്ലെങ്കിൽ അത് കുപ്പത്തൊട്ടിയിൽ കൊണ്ടുപോയി കളഞ്ഞു കഴിഞ്ഞാലോ ആരും അത് ശ്രദ്ധിക്കില്ല. അതുകൊണ്ട് അമ്മ ഒരു കാര്യം ചെയ്യണം, ഇത് ആരുടെ കയ്യിൽ അമ്മ കൊടുക്കാൻ ആഗ്രഹിക്കണമോ, ആരുടെ കയ്യിൽ ഇത് എത്തിപ്പെടാൻ ആഗ്രഹിക്കണോ അവരുടെ കയ്യിൽ മാത്രമാണ് ഈ പത്രം എത്തിപ്പെടാൻ പാടുള്ളൂ. അങ്ങനെയുള്ളവർക്ക് അവരുടെ കയ്യിലേക്ക് ഞാനിത് കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് കൊണ്ടുപോയി കൊടുക്കും. പിന്നെ കാലത്ത് ഡെയിലി ഡെയിലി അതെല്ലാവർക്കും ഷെയർ ചെയ്യും. പിന്നെ ധ്യാനങ്ങളും അച്ഛൻ്റെ ടോക്കുകളെല്ലാം എല്ലാവർക്കും ഷെയർ ചെയ്യും. എല്ലാവരോടും കാണുന്നവരോടെല്ലാം ഈശോയെക്കുറിച്ചോ അല്ലെങ്കിൽ കടയിലേക്ക് വരുന്നവരെക്കുറിച്ചോ മാതാവിനെക്കുറിച്ചും ഈശോയെക്കുറിച്ച് പറയും. ഞങ്ങൾക്ക് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി എനിക്ക് ഒരു നാട്ടിൽ വന്നത് കഴിഞ്ഞ് ഇപ്പോൾ ഒരു ജോലി അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് ഒരു കടയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, വിശ്വാസ പ്രമാണം ചൊല്ലി മാതാവിൻ്റെ മാധ്യസ്ഥം തേടി ദിവസവും പ്രാർത്ഥിക്കായിരുന്നു. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, എനിക്ക് വീടും അതുപോലെ അടുത്ത് കിട്ടണം, പള്ളിയുടെ അടുത്ത് കിട്ടണം എന്ന് പറഞ്ഞു. പള്ളിയുടെ അടുത്ത് തന്നെ എനിക്ക് മാതാവ് വീട് എത്തിച്ചു തന്നു ഈശോയോട് പറഞ്ഞ്. പിന്നെ കട തന്നത് ഒരു അധികം വാടക കൊടുക്കാനൊന്നും എനിക്ക് പറ്റില്ല മാതാവേ, ഒരു 2000 രൂപയ്ക്ക് വാടകയ്ക്ക് കട കിട്ടിയാലും കുഴപ്പമില്ല എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ ഞാൻ എൻ്റെ സഹോദരൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്കൊരു കട എടുത്താൽ കൊള്ളാമെന്നുണ്ട്, തയ്ക്കാനാണ്. എനിക്ക് ചെന്നൈയിൽ ജോലി ഉണ്ടായിരുന്നു, ഇവിടെ ജോലിയൊന്നുമില്ല. ജോലിക്ക് അത് കടയെടുത്ത് ഞാനിങ്ങനെ അവനോട് കടയുടെ വാടകയുടെ തുകയൊന്നും ഞാൻ പറഞ്ഞിരുന്നില്ല. അപ്പോൾ സഹോദരൻ വന്നിട്ട് പറഞ്ഞു, 2000 രൂപയാണ് വാടക, 5000 രൂപ അഡ്വാൻസ് ഉള്ളൂ എന്ന് പറഞ്ഞു. എനിക്ക് അതെല്ലാം അമ്മ മാതാവും ഈശോയും തന്നതിന് 1000 നന്ദി പറയുന്നു. ഈശോയുടെ എല്ലാ അനുഗ്രഹങ്ങളും നമ്മൾ കാണുന്നതിനേക്കാളും അധികമാണ്, നമ്മൾ ഒന്ന് ചിന്തിക്കുന്നതിനപ്പുറമാണ് മാതാവും ഈശോയും നമുക്ക് മുന്നേ പോയി എല്ലാ കാര്യങ്ങളും നമുക്ക് നടത്തി തരുന്നത്. ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു തന്ന അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. ഇനിയും ഞങ്ങളുടെ ജീവിതം വിശുദ്ധിയിൽ നടക്കുവാനും എനിക്ക് ഒത്തിരി ദേഷ്യമൊക്കെ ഉണ്ടാകുന്ന സമയമായിരുന്നു. എപ്പോഴും എൻ്റെ ഭർത്താവിനോടാണെങ്കിലും എനിക്ക് സ്നേഹത്തോടെ ഒന്ന് സംസാരിക്കാനോ ഇച്ചിരി അസുഖമുള്ളൊക്കെ ഉള്ളതുകൊണ്ട് എൻ്റെ പിന്നീടുള്ള ഓരോ ദേഷ്യ കാര്യങ്ങളൊക്കെ കുറേ മാറ്റങ്ങൾ വന്നു. അതുപോലെ എല്ലാം എനിക്ക് ഈശോ കൺട്രോൾ ചെയ്യാൻ തന്നു. മറ്റുള്ളവരോട് സ്നേഹത്തോടെ പെരുമാറാനും എനിക്ക് അനുഗ്രഹം നൽകി. അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. സങ്കീർത്തനങ്ങൾ 18, 35, 36 തിരുവചനങ്ങൾ. അങ്ങെനിക്ക് രക്ഷയുടെ പരിച നൽകി, അവിടുത്തെ വലതുകരം എന്നെ താങ്ങി നിർത്തി, അവിടുത്തെ വാത്സല്യം എന്നെ വലിയവനാക്കി, എൻ്റെ പാത അവിടുന്ന് വിശാലമാക്കി, എൻ്റെ കാലുകൾ വഴുതിയില്ല. ലൂസി വർഗീസ് എന്ന ഈ സഹോദരി മകനോടൊപ്പം ചേർന്ന് ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച തുടർച്ചയായ ദൈവാനുഭവങ്ങളെയും അനുഗ്രഹങ്ങളെയും നന്ദിയോടുകൂടി അമ്മയുടെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തുന്നു. ഉടമ്പടിയിൽ നമ്മളായിരിക്കുമ്പോൾ നമുക്ക് ഹൃദയത്തിലുണ്ടാവേണ്ട പ്രധാനപ്പെട്ട ഒരു മേഖല എൻ്റെ ആത്മീയ ജീവിതം എത്ര കണ്ട് മാറുന്നു, മെച്ചപ്പെടുന്നു, ദൈവസ്നേഹത്താൽ നിറയപ്പെടുന്നു എന്നതിനെക്കുറിച്ചാണ്. അല്പം കൂടി നമ്മുടെ ഈഗോ കളഞ്ഞ് ഈശോയെ ജീവിതത്തിൽ സ്വന്തമാക്കിയാൽ നമ്മുടെ ആത്മീയ ജീവിതത്തിന് തിളക്കമുണ്ടാവും.
മറ്റുള്ളവരുടെ വേദനകൾ നമ്മുടേതെന്ന് കരുതി ഏറ്റെടുക്കുവാനുള്ള ഒരു എമ്പതി നമ്മളിൽ വർദ്ധിച്ചാൽ നമ്മുടെ ആത്മീയ ജീവിതത്തിന് കുറേ കൂടി ദൈവസ്നേഹമുണ്ടാവും. എൻ്റെ ഈശോ എനിക്ക് വേണ്ടിയാണ് പാടുപീടുകളേറ്റത്, മുറിവേറ്റത്, കുരിശിൽ തറയ്ക്കപ്പെട്ടത്. അവൻ്റെ ഉത്ഥാനമാണ് എൻ്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമെന്ന് ഒരു തിരിച്ചറിവും ബോധ്യവും ഉണ്ടായാൽ ഒരു വിശുദ്ധ കുർബാന പോലും നമ്മൾ അലസമായി കൂടില്ല. കണ്ണീരോടുകൂടി, ആത്മഭാരത്തോടുകൂടി എനിക്ക് വേണ്ടി മരിച്ചവനെ ഞാൻ കണ്ടുമുട്ടുന്ന ഇടമായി എനിക്കോരോ ദിവ്യബലിയും മാറിക്കൊണ്ടിരിക്കും. പ്രിയമുള്ളവരെ, ഉടമ്പടി അങ്ങനെയാണ് ആന്തരികമായ വലിയൊരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ സംഭവിപ്പിക്കുന്നത്. ആ ഒരു മാറ്റത്തിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കൃപ നിറയുന്ന ജീവിതത്തിലാണ് ഈ ആന്തരികമായ വളർച്ചയും മാറ്റവും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ അനുഗ്രഹത്തിൻ്റെ മക്കളാകുന്നതിനൊപ്പം ദൈവകൃപയുടെ മക്കളായി വളരുവാൻ കൂടി നിരന്തരം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കണം. അതിന് അമ്മ മാതാവും ഈശോയും നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ ഉടമ്പടി ജീവിത അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.